ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശൗര്യയജ്ഞത്തിന്റെ 243 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദ് കാസർഗോഡാണ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി ജയകുമാരി അമ്മ കാസർഗോഡാണ്. നമുക്ക് വേണ്ടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതും വായിക്കുന്നതും ശ്രീ ശേഖർ കൃഷ്ണ തിരുവനന്തപുരമാണ്. ബാലവികാസ് സ്റ്റുഡൻ്റാണ്. സ്വാഗതം ശേഖർ. ആൻറ്റിയെ ജയകുമാരി അമ്മ പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. സായിരാം. ജയകുമാരി തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ലോകരക്ഷകനായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ കൂടി പ്രണാമം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ സായി ഭക്തർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്വാമിയുടെ ദിവ്യ പ്രഭാഷണം പാരായണം ചെയ്യുന്നതും അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും അമ്മ പറഞ്ഞതുപോലെ മാസ്റ്റർ ശേഖർ കൃഷ്ണ തിരുവനന്തപുരമാണ്. മോനെ ആൻറ്റി 3 ഓങ്കാരവും സായി ഗായത്രിയും പറഞ്ഞ ശേഷം മോനെ ഓഡിയോ വീഡിയോ ഓണാക്കി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും കൂടി നൽകിയ ശേഷം 10 മിനിറ്റ് പാരായണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അനുഭവങ്ങൾ പറയാവുന്നതാണ്. ആൻറ്റി ഓങ്കാരം പറയുന്നു. സോമാറ്റോ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യോ? ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം സായേശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിറാം. ശേഖർ കൃഷ്ണ, മോന് ഇനി വീഡിയോയും ഓഡിയോയും ഓണാക്കിക്കൊള്ളുക. എന്നിട്ട് മോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം പാരായണം തുടങ്ങും. സായിറാം. ഓം ശ്രീ സായിറാം. എൻ്റെ പേര് ശേഖർ കൃഷ്ണ. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ അമ്പലമുക്ക് സമിതി ചൈതന്യ ബാലവികാസിൽ നിന്നും ഗ്രൂപ്പ് 3 ഡിപ്ലോമ പാസ്സായതാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തെ ഐസറിൽ BSMS എന്ന ഡുവൽ കോഴ്സ് ചെയ്യുന്നു. ഞാൻ KV ആക്കുളത്തിൽ നിന്നാണ് +2 വരെ പഠിച്ചത്. നമുക്ക് മലയാളം എന്ന ഭാഷയില്ല. അതുകൊണ്ട് തന്നെ പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഇന്ന് സത്യസായി വാണിയിലെ 10ാം ഭാഗത്തിൽ നിന്നാണ് പാരായണം ചെയ്യുന്നത്. പിഞ്ചയുടെ പഠന കേന്ദ്രമെന്നറിയപ്പെടുന്ന ഈ സ്ഥാപനത്തിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ വിദ്യാഭ്യാസത്തിന്റെ ധാർമ്മികവും ആധ്യാത്മികവുമായ ദർശനത്തെ ഉറപ്പിച്ചു പറയാൻ അവസരമുണ്ടെന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്തെന്നാൽ പിംജെ തന്റെ ജീവിതം സമർപ്പിച്ചത് ഈ ദർശനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. ഈ പഠന കേന്ദ്രങ്ങളെ പോലുള്ള പരിശ്രമങ്ങൾക്ക് ഏത് പ്രശംസയും അധികമാവില്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് വർദ്ധിച്ചു വരേണ്ടതുണ്ട്. മാത്രമല്ല അവയ്ക്ക് എല്ലാ പ്രോത്സാഹനങ്ങളും നൽകേണ്ടതുമുണ്ട്. എന്തെന്നാൽ ഇവ ഏറ്റവും ആവശ്യം വേണ്ട സവിശേഷമായതെന്തോ അത് നൽകുന്നു. നിങ്ങളെല്ലാം അറിയുകയും വിളംബരം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്ത്യ അതിവിശിഷ്ടമായ യോഗഭൂമിയാണ്,
ത്യാഗഭൂമിയാണ് എന്ന്. ഈ ഭൂമിയെ മനസ്സിൽ ആലേഖനം ചെയ്യൂ. ആദ്യമായി ഏറ്റവും പ്രാധാനമായി കാണുന്ന പ്രത്യേകത നീലാകാശത്തെ തുളയ്ക്കുന്ന വെണ്മയാർന്ന ഹിമാലയ ശൃംഗങ്ങളാണ്. ഈ ശൃംഗങ്ങളിൽ നിന്നും ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകമായി സ്വച്ഛ നിർമ്മലമായ ഗംഗാജലം പ്രവഹിക്കുന്നു. ഇന്ത്യൻ സംസ്കാരം മാനവ പുരോഗതിയുടെ യഥാർത്ഥ അടിസ്ഥാനമാകുന്നു. സാഹോദര്യം വളർത്തിയെടുത്ത് ധർമ്മം ഉയർത്തിപ്പിടിച്ച് അങ്ങനെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ആദരണീയത കൊണ്ടും വിനയം കൊണ്ടും പരിപൂർണമാക്കി മാനവികതയെ അത് ഉന്നമിപ്പിക്കും. ഗംഗ പ്രവഹിക്കുവോളം ഈ സംസ്കാരം അചഞ്ചലമായി നിലനിൽക്കും. അതിനെ അടിച്ചമർത്താനോ നശിപ്പിക്കാനോ ഉള്ള ഒരു ശ്രമവും വിജയിക്കുകയില്ല. ഗംഗ വരണ്ടു പോകുമ്പോൾ മാത്രമേ അതും അപ്രത്യക്ഷമാവൂ. ഭാരതത്തിന്റെ ചരിത്രവും പാരമ്പര്യവും വീഡിയോ ഓഫ് ചെയ്തിട്ട് വായിച്ചോളൂ. ഉറപ്പാക്കും. നെറ്റ് പ്രോബ്ലം ആണോ? കേൾക്കുന്നില്ലല്ലോ മോനെ. ഇന്നത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കും. കാലാവസ്ഥ എല്ലാവരുടെ ഭാഗത്തുണ്ടാവും നെറ്റ് പോകും കാലാവസ്ഥ. ടീച്ചർ കേൾക്കാമോ? തുടങ്ങിക്കോളൂ, വായിച്ചോളൂ. വീഡിയോ ഓൺ ചെയ്യണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി ഇരുന്നിട്ട് വായിച്ചോളൂ. ഇന്ത്യൻ സംസ്കാരത്തിന്റെ തത്വങ്ങൾ യുവാക്കൾ പരിശീലില്ലെങ്കിൽ ഏത് ആ മുറിയിൽ നിന്ന് വേറൊരു മുറി ഇപ്പൊ ഇരുന്ന് നോക്കോ. ഫോണിലല്ലേ? ശേഖരകുട്ട, നെറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. മഴയാണോണ്ട് വെച്ചപ്പോ നെറ്റില്ലാതെ കാണുന്നുണ്ട്. നെറ്റ് പ്രോബ്ലം തന്നെയാണ്. അവൻ ലെഫ്റ്റ് ആയി പോയി. കാലാൻ വെച്ചപ്പോ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടാവും. വീണ്ടും ജോയിൻ ചെയ്ത് നോക്കുമായിരിക്കും.
ചേരാ ഓം ശ്രീ സായിരാം. 21-ാമത്തെ സത്യസായി വാണി 21-ാമത്തെ ഭാഗത്തു നിന്നും ഒരു ഭാഗമാണ് വായിക്കുന്നത്. മഹാനും ഗുണവാനും, മഹത്വവും നന്മയും തമ്മിലുള്ള വ്യത്യാസം. ഈ ലോകത്തിൽ ഗുണവാന്റെ സഹവാസം ലഭിക്കുന്നത് വിരളമാണ്. ദുഷ്ടന്മാരാകട്ടെ ധാരാളവും. കൃഷ്ണശിലകൾ എല്ലായിടത്തുമുണ്ട്. പക്ഷേ വൈരക്കല്ലുകൾക്ക് വേണ്ടി നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. മനുഷ്യരുടെ ഇടയിൽ വിശ്വാസങ്ങളിലും സംസ്കാരങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ളത് സുവിദിതമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥ ഒരുപോലെ ആണെങ്കിൽ ജനങ്ങളുടെ ജീവിത രീതികളും ആചാരങ്ങളും വ്യത്യസ്തമാണ്. ഈ വിഭിന്നത അല്ലെങ്കിൽ നാനാത്വം പ്രകൃതിയിൽ സഹജമാണ്. അതൊരു ന്യൂനതയല്ല, മറിച്ച് ഒരു ആഭരണമാണ്. ഈ നാനാത്വം പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടയിൽ കാണുവാൻ സാധിക്കുകയില്ല. അതിന് കാരണം അവയ്ക്ക് ചിന്തിക്കുവാനുള്ള കഴിവ് ഇല്ല എന്നതു തന്നെ. മനുഷ്യന് മാത്രമാണ് ഈ കഴിവുള്ളത്. ഒരാളുടെ വിദ്യാഭ്യാസവും പദവിയും ബുദ്ധിശക്തിയും എന്തായിരുന്നാലും ഓരോ മനുഷ്യനും 2 വസ്തുതകൾ ആഗ്രഹിക്കുന്നു. അയാൾ മഹത്വം ആർജിക്കണമെന്നും ഗുണവാനായിരിക്കണമെന്നും ആഗ്രഹിക്കുന്നു. ആരും തന്നെ നീചനോ വെറുക്കപ്പെട്ടവനോ ആകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മഹാനും ഗുണവാനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മഹത്വത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ലൗകിക സ്വഭാവങ്ങളാണ്. ഒരു മഹാന് ജനങ്ങളെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കും. ഒരു ഗുണവാൻ തൻ്റെ സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് സ്വയം സമർപ്പിക്കപ്പെടുവാൻ ശ്രമിക്കുന്നു. ഇവർ 2 പേരും തമ്മിലുള്ള വ്യത്യാസം ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാൻ വളരെയധികം സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. അയാൾക്ക് അനവധി ഭൗതിക സുഖങ്ങൾ ലഭിക്കുന്നു. ഗുണവാൻ ഈശ്വരാനന്ദം അനുഭവിക്കുന്നു. മഹത്വത്തിൽ ഒരു രാജസ സ്വഭാവമാണുള്ളത്. നന്മയ്ക്കാവട്ടെ അഥവാ ഗുണവാനാകട്ടെ സാത്വിക സ്വഭാവമാണ് ഉള്ളത്. വർദ്ധിച്ച അഹംഭാവം, വെറുപ്പ്, മമത, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയൊക്കെ ഉള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മഹത്വം എന്ന് കാണാം. നന്മയാകട്ടെ നിർമ്മലമായ ആനന്ദത്തിനും മറ്റുള്ളവർക്ക് ഉതകുന്ന നിസ്വാർത്ഥമായ സേവനത്തിനും കൂടി ഉപകാരപ്പെടുന്നവയാണ്. ധർമ്മം അഥവാ സൽസ്വഭാവം ഒരു കണ്ണാടി പോലെയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോടും കൂട്ടുകാരോടും മറ്റുള്ളവരോടുമുള്ള കർത്തവ്യങ്ങളെ പ്രകടമാക്കി തരുന്നു. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നതാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ചതുർവിധ ക്ഷേത്രങ്ങൾ, നാനാവിധത്തിലുള്ള ക്ഷേത്രങ്ങളാണ് നിലവിലുള്ളത്. വിദ്യാലയം, ഭോജനാലയം, വൈദ്യാലയം, ദേവാലയം. ഇവ 4 ഒരുപോലെ മനുഷ്യന്റെ ആരാധനാ സ്ഥലങ്ങളാണ്. പക്ഷേ മനുഷ്യ സ്വഭാവത്തിലുള്ള വൈകൃതങ്ങൾ കാരണം അവയോട് ഒരേ രീതിയിൽ പെരുമാറുവാനല്ല ആളുകൾ ശ്രമിക്കുന്നത്. ഒരു ഭോജനാലയത്തിൽ പ്രവേശിച്ചാൽ അവർക്കിഷ്ടമുള്ള ഭക്ഷണദ്രവ്യങ്ങൾ വാങ്ങിക്കഴിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് പോകുന്നു. ഒരു വൈദ്യാലയത്തിൽ പോയാൽ അവർ വൈദ്യനെ കണ്ട് അവൾ രോഗവിവരങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിച്ചു കൊടുക്കുന്ന മരുന്നുകളും വാങ്ങി മടങ്ങുന്നു. അതോടുകൂടി ആശുപത്രിയിൽ പോകുന്നതിൻ്റെ ഉദ്ദേശവും സാധിക്കുന്നു. ആശുപത്രിയിൽ ചെന്ന് ഭക്ഷണം ആവശ്യപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമോ? ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് വൈദ്യസഹായം മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു വിദ്യാലയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കുവാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ആളുകൾ ഒരു ദേവാലയത്തിൽ പോകുമ്പോൾ എല്ലായ്പ്പോഴും ശരിയായ രീതിയിൽ പെരുമാറുന്നില്ല. ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ആരാധനയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ പാടില്ല.
മനസ്സിനെ ഈശ്വരനിൽ ഏകാഗ്രമായി നിർത്തുന്നതിനു പകരം അവിടെയും ഇവിടെയും അലയുവാനും പ്രയോജനരഹിതമായ ലൗകിക കാര്യങ്ങൾ ചിന്തിക്കുവാനും സംസാരിക്കുവാനും നിങ്ങൾ സ്വയം അനുവദിക്കുന്നു. തൽഫലമായി തങ്ങളിലേക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളെല്ലാം തന്നെ അവർ അടച്ചുകളയുന്നു. പ്രശാന്ത നിലയത്തിൽ എത്തിയതിനു ശേഷം ചില ആളുകൾ വിഭിന്നതകളും സംശയങ്ങളും വളർത്തുകയും അനാശാസ്യമായ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമയവും ധനവും നഷ്ടപ്പെടുത്തുന്നു. സമയം അമൂല്യമാണ്, അതിനാൽ അത് പ്രയോജനകരമായി ഉപയോഗിക്കണം. നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുകയും ജീവിതം പവിത്രമാക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസം, ധനം, ബലം എന്നിവ എല്ലാവർക്കും ആവശ്യമാണ്. പക്ഷേ അവ ഓരോന്നിന്റെയും മൂല്യം അവ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു നല്ല ഗുണവാന് മനുഷ്യന് വിദ്യാഭ്യാസത്തിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ അത് വിവേകമായി വളർന്ന് അയാളുടെ ജീവിതത്തെ മാതൃകാപരമായി തീർക്കുന്നു. പക്ഷേ ഒരു നീചന് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അയാൾ വിവാദങ്ങളിൽ മുഴുകുകയും വിദ്യാഭ്യാസത്തെ തന്നെ മലിനമാക്കുകയും ചെയ്യുന്നു. ഒരു നല്ല മനുഷ്യൻ, അതായത് ഗുണവാൻ, ധനം ലഭിക്കുമ്പോൾ അത് പരോപകാരത്തിനും ധാർമ്മികമായ പ്രവൃത്തികൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു. അയാൾ ത്യാഗത്താൽ തൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കുന്നു. പക്ഷേ ഒരു നീചന് ധനം ലഭിച്ചാൽ അത് അയാളുടെ അഹങ്കാരവും ധാർഷ്ട്യവും വർദ്ധിപ്പിക്കുവാനാണ് ഇടയാക്കുന്നത്. ഒടുവിൽ അയാൾ നശിക്കുവാനും അത് കാരണമായി തീരുന്നു. ഒരു ഗുണവാന് ബലമുണ്ടെങ്കിൽ അത് ദുർബലരെ സഹായിക്കുവാനും സമൂഹത്തെ ശ്രേഷ്ഠമായി കൊണ്ടുപോകുവാനും അയാൾ ഉപയോഗിക്കുന്നു. ഒരു നീചനാണ് ബലം ഉള്ളതെങ്കിൽ അത് അയാള് മറ്റുള്ളവരെ പീഡിപ്പിക്കുവാനും ദുർബലരെ ഉപദ്രവിക്കുവാനും അയാളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ വിദ്യാഭ്യാസവും ധനവും ശാരീരിക ബലവും മൂല്യം നേടുന്നത് അവ ഉപയോഗിക്കപ്പെടുന്ന രീതികളിലാണെന്ന് നമുക്ക് കാണാം. വ്യക്തിയിൽ പരിവർത്തനമുണ്ടായി അവർ നല്ലവനാകുമ്പോൾ മാത്രമേ സമൂഹത്തിൽ ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ളവരിലെ കുറവുകൾ കണ്ടുപിടിക്കുന്നതിനു പകരം സ്വയം തെറ്റുതിരുത്തുക എന്ന പ്രക്രിയയിൽ നിരന്തരം ഏർപ്പെടുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരിലെ 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളിലെ ഒരു തെറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് തന്നെ അയാളുടെ ജീവിതത്തെ പവിത്രമാക്കി തീർക്കും. അസൂയയ്ക്കും അഹങ്കാരത്തിനും ഇടം നൽകാതിരിക്കുക. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് പരിശോധിച്ചു നോക്കണം. ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ഒരു ദുഷ്ടശക്തി പ്രവേശിക്കാറുണ്ട്. അതാണ് അസൂയ. അത് നിങ്ങളുടെ വീക്ഷണത്തെ മറയ്ക്കുന്നു. ആ അസൂയ ഈ പാപിയായ ഒരു സഖാവുണ്ട്, അതാണ് അഹങ്കാരം. ഈ അഹങ്കാരം ശരീരത്തെയും മനസ്സിനെയും അധീനത്തിലാക്കുവാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 ദുർഭൂതങ്ങളും കൂടി തങ്ങളുടെ ആധിപത്യം യുവാക്കളുടെ മനസ്സുകളിൽ പ്രത്യേകിച്ചും സ്ഥാപിക്കുവാൻ എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവയ്ക്ക് യാതൊരു സ്ഥലവും നിങ്ങൾ അനുവദിക്കാതെ ഇരിക്കുക. ആനന്ദം അനുഭവിക്കുന്നതിന് ഭക്തി അത്യാവശ്യമാണ്. മനുഷ്യന്റെ യഥാർത്ഥ ശക്തിയുടെ ഉറവിടം ഭക്തിയാണ്. ഈ ഭക്തി മനുഷ്യന് പലതരത്തിലുള്ള സംഭാവനകൾ നൽകുന്നു. ഈ ശക്തിയിലൂടെ മനുഷ്യന് ഒടുവിൽ വിരക്തി വളർത്തുവാൻ സാധിക്കും. വിരക്തി പുരോഗമിക്കുമ്പോൾ മനുഷ്യന് മുക്തി ഉണ്ടാകുന്നു. മുക്തി എന്നത് ഒരു പ്രത്യേക അവസ്ഥയോ വസ്തുവോ അല്ല. അത് എല്ലാ ആഗ്രഹങ്ങളെയും ക്രമേണ നിരാകരിക്കുക എന്നതാണ്. കാമം, ക്രോധം, ലോഭം എന്നിവയിൽ നിന്നും ഉളവാകുന്ന ആഗ്രഹങ്ങളെ കഴിയുന്നിടത്തോളം ത്യജിക്കേണ്ടതാണ്. ഈ 3 ദുസ്വഭാവങ്ങളെയും ത്യജിക്കുവാൻ വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ടും ശ്രമിക്കേണ്ടതാണ്. അവർ അവരുടെ വീക്ഷണത്തെ വിശാലമാക്കുകയും എല്ലാ ജീവജാലങ്ങളെയും ഏകത്വഭാവം വളർത്തുകയും വേണം. ഇത് നേടുവാൻ എളുപ്പമല്ല, പക്ഷേ
സ്ഥിരമായ അഭ്യാസം കൊണ്ടും ആധ്യാത്മികമായ സാധന കൊണ്ടും സാധിക്കാത്തതായി ഒന്നുമില്ല. അത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. സായിരം. ജയയ്ക്ക് എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവെക്കാമോ? മോനെ ജോയിൻ ചെയ്തായിരുന്നല്ലോ ഇടയ്ക്ക് ടീച്ചർ ശേഖർ കൃഷ്ണ. ഞാൻ വന്നു. ആ മോന്റെ അനുഭവങ്ങൾ പറയാലോ അപ്പൊ ഇപ്പൊ. ആ ടീച്ചർ. ശേഖർ അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് ശേഖർ കൃഷ്ണ. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലെ അമ്പലമുക്ക് സമിതി ചൈതന്യ ബാലവികാസിൽ നിന്നും ഗ്രൂപ്പ് 3 ഡിപ്ലോമ പാസ്സായതാണ്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്തിലെ ഐസറിൽ നിന്ന് BSMS എന്ന ഡുവൽ കോഴ്സ് ചെയ്യുന്നു. ഞാൻ ഇന്ന് ബാലവികാസിലെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പോവുകയാണ്. എന്നെ ആദ്യമായി ബാലവികാസിലേക്ക് കൊണ്ടുപോകുന്നത് ശശികല ടീച്ചറാണ്. എല്ലാ ഞായറാഴ്ചയും ടീച്ചർ എന്നെ വീട്ടിൽ വന്ന് വിളിച്ച് കൊണ്ടുപോകുമായിരുന്നു. ആദ്യമൊക്കെ ബാലവികാസ് ക്ലാസിന്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് ബാലവികാസ് ക്ലാസിന്റെ പ്രാധാന്യം എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. ശശികല ടീച്ചർ ചെറിയ ചെറിയ കഥകളിൽ നിന്നും ജീവിതത്തിന്റെ വലിയ മഹാത്മ്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ എനിക്ക് ബാലവികാസ് ഇഷ്ടമായി തുടങ്ങി. എന്നാൽ ഞങ്ങൾ വീട് മാറിയപ്പോൾ ശശികല ടീച്ചർ എന്നെ ലത ടീച്ചറിന്റെ ബാലവികാസിലേക്ക് ചേർക്കുകയുണ്ടായി. ലത ആന്റിയുടെ ചൈതന്യ ബാലവികാസിൽ നിന്നും ഞാൻ ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 3യും പാസ്സായി. ഗ്രൂപ്പ് 3 പരീക്ഷ മലയാളത്തിൽ എഴുതി ഫുൾ മാർക്കോടുകൂടി 2023 പാസ്സാകാനും സാധിച്ചു. ലത ആന്റി രാമായണം പഠിപ്പിച്ചപ്പോൾ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ പരീക്ഷ മലയാളത്തിൽ എഴുതണം എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു. എന്നെ ഈ തീരുമാനത്തിൽ എത്തിക്കാനുള്ള രാമായണത്തിലെ ഭാഗം ഞാനൊന്ന് പങ്കുവയ്ക്കാം. രാമായണ യുദ്ധം കഴിഞ്ഞ് ലങ്കയിലെത്തിയ ലക്ഷ്മണൻ സ്വർണത്തിൽ മുഴുകിയ ലങ്ക കാണുകയുണ്ടായി. അപ്പോൾ തന്നെ ലക്ഷ്മണന് ഒരു ആഗ്രഹം ഉദിച്ചു. കുറച്ചു ദിവസം കൂടെ ലങ്കയിൽ താമസിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ തന്നെ ആഗ്രഹം ജ്യേഷ്ഠനായ ശ്രീരാമനോട് പറയുകയും ചെയ്തു. അപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശം കൊടുക്കുകയാണ്. ജനനി ജന്മഭൂമിശ്ച സ്വർഗാതപി ഗിരീയസി. എന്നാൽ മാതാവും മാതൃരാജ്യവും സ്വർഗത്തെക്കാൾ സുന്ദരമാണ് എന്ന്. അതെന്റെ മനസ്സിൽ തൊട്ടുകയും പിന്നെ മലയാളം പഠിക്കാനുള്ള ആഗ്രഹം വളർത്തുകയും ചെയ്തു. രാമായണത്തെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഹനുമാൻ തന്നെയാണ്. ബാലവികാസ് ക്ലാസ്സിൽ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: നാമസ്മരണയുടെ പ്രാധാന്യവും സേവനത്തിന്റെ മഹിമയും. ഇത് രണ്ടും പറയുമ്പോൾ ഹനുമാൻ എൻ്റെ മനസ്സിൽ ഓടിച്ചാടിയെത്തും. സദാ രാമനാമം ജപിച്ച് വാനരനായ ഹനുമാന് രാമദാസനാകാൻ കഴിഞ്ഞു. അതുപോലെ മുഴുവൻ സമയവും രാമസേവ ചെയ്യാനും ഹനുമാന് സാധിച്ചു. ഇത് പറയുമ്പോഴാണ് രാമസേവയുടെ മഹാത്മ്യത്തെ പറ്റി ഒരു ചെറിയ കഥ എനിക്ക് ഓർമ്മ വരുന്നത്. ഒരിക്കൽ ഹനുമാനും വിഭീഷണനും കൂടി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ വിഭീഷണൻ ഹനുമാനോട് ചോദിക്കുകയാണ്: ഹനുമാനെ, നീ എന്തുകൊണ്ടാണ് നിന്നെ മാത്രം രാമന്റെ സമീപം നിർത്തി സേവ ചെയ്യാൻ കഴിയുന്നത്? നിനക്ക് എനിക്ക് ആ അവസരം കിട്ടാറേ ഇല്ലല്ലോ. അപ്പോൾ ഹനുമാൻ തിരിച്ചു ഉത്തരം നൽകുകയാണ്: ജപിക്കുന്ന ചുണ്ടുകളെക്കാൾ സേവിക്കുന്ന കൈകളെയാണ് ശ്രീരാമന് പ്രിയം. സീതാദേവി എത്ര നാൾ ലങ്കയിൽ കിടന്നു, എന്നിട്ട് നീ സീതാദേവിയെ എത്ര സേവിച്ചു? ഒരു ചെറിയ കഥയിലൂടെ സേവനത്തിന്റെ മഹാത്മ്യം എനിക്ക് ലത ആന്റി പറഞ്ഞു തന്നു. ലത ആന്റി പലപ്പോഴും നമുക്ക് 5 Ds കുറിച്ച് പറഞ്ഞു തരാറുണ്ടായിരുന്നു. 5 Ds എന്നാൽ ഡ്യൂട്ടി, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിസ്ക്രിമിനേഷൻ, പിന്നെ ഡിറ്റർമിനേഷൻ. നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് ഡിസ്ക്രിമിനേഷൻ ദൈവം തന്നതെന്ന് പറഞ്ഞു. എന്നാലും ഒരു വാനരനായ ഹനുമാന് നമ്മളെക്കാൾ ഒരുപാട് ഉയർച്ചയിൽ എത്താൻ സാധിച്ചു. ഹനുമാനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ രാമായണത്തിൽ നിന്ന് സഹോദരങ്ങൾ എങ്ങനെ ആവണം എന്നതിന്റെ ഉത്തമ ഉദാഹരണം തന്നു. രാമൻ, ലക്ഷ്മണൻ, ഭരതനും ശത്രുഘ്നനും സഹോദരന്മാരാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുടെ നിന്ന് പഠിക്കാൻ സാധിക്കും. പോസിറ്റീവ് തോട്ട്സ്, ഷെയറിങ് ആൻഡ് കെയറിങ്, സീലിംഗ് ഓൺ ഡിസയേഴ്സ്, ഈശ്വരഭക്തി, സേവന മഹാത്മ്യം തുടങ്ങിയവ. പണ്ട് തൊട്ടേ രാമായണം എനിക്ക് അമ്മ പറഞ്ഞു തരുമായിരുന്നു. എന്നാൽ രാമായണത്തിന്റെ ഉള്ളടക്കവും അതിന്റെ മഹിമയും
ബാലികാസ് ക്ലാസ്സിൽ വന്നതോടെയാണ് എനിക്ക് പഠിക്കാൻ സാധിച്ചത്. സത്യസായി ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആധ്യാത്മിക പരിപാടികൾക്കാണ്. ഇത് ബാലികാസ് ക്ലാസ്സിൽ വന്ന ശേഷം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് സേവനത്തിന് മഹിമ അറിഞ്ഞ് നമ്മൾ സമിതിയിൽ നടക്കുന്ന സേവന പരിപാടികളിൽ ചേരുമായിരുന്നു. അതുപോലെ സമിതി ക്ലീനിങ് പരിപാടികളിലും നമ്മൾ ഏർപ്പെട്ടു. ഇങ്ങനെ തന്നെ പ്രശാന്തി സേവയുടെയും മഹാത്മ്യം എനിക്ക് ബാലികാസ് ക്ലാസ്സിൽ നിന്നാണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഈ ജൂലൈ മാസത്തിൽ സർവീസിനായി ഞാൻ, അമ്മ, അനിയൻ, അമ്മുമ്മ എന്നിവ 4 പേർ പോകാൻ തീരുമാനിച്ചു. ബാലികാസ് ക്ലാസ്സിൽ വന്നുകൊണ്ട് മാത്രം എനിക്ക് വേദം പഠിക്കാനും അതുപോലെ തന്നെ പ്രശാന്തി നിലയത്തിൽ ചെന്ന് വേദം ചാൻ ചെയ്യാനും നിരവധി അവസരങ്ങൾ സ്വാമി അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. ഭഗവാന്റെ കൃപയാൽ കഴിഞ്ഞ 3 ഓണത്തിനും പുട്ടപ്പർത്തിയിൽ ചെന്ന് വേദ ചാൻ ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. അവിടുത്തെ ഭജനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കാനും അവസരം കിട്ടി. സമിതി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പയിനും ഡിസ്ട്രിക്ട് ഓർഗനൈസ് ചെയ്ത ഗ്രൂമിംഗ് ഓഫ് എക്സലൻസ് ക്യാമ്പിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. സ്വാമിയുടെ 99ാമത്തെ ജന്മദിനത്തിനും ഇപ്പോഴത്തെ സെറ്റനറി സെലിബ്രേഷനും യുവജന വിഭാഗം ട്രിവാൻഡ്രം യങ് മെസ്സഞ്ചേഴ്സ് സംഘടിപ്പിച്ച ഭജനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഭജന പാടാനും അവസരം എനിക്ക് കിട്ടി. നമ്മളെ ബാലികാസ് ക്ലാസ്സിൽ നിന്നും 4S പഠിപ്പിച്ചു. 4S എന്നാൽ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സെൽഫ് സാക്രിഫൈസ്, സെൽഫ് റിയലൈസേഷൻ. ഇപ്പോൾ കോൺഫിഡൻസോടെ തന്നെ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഷഡ് ഋബുക്കൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സല്യം ഒഴിവാക്കാൻ ബാലികാസ് ആണ് എന്നെ പഠിപ്പിച്ചത്. കാമം വന്നാൽ രാമൻ പോകുമെന്നാണല്ലോ. വനവാസത്തിൽ സീത ഒരു സ്വർണ്ണ പുള്ളിമാനെ കാണുകയും സീതയുടെ ഒരു ആഗ്രഹം കാരണം രാമൻ സീതയെ വിട്ടുപോവുകയും ചെയ്തു. അത് കാരണം സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. നാമസ്മരണയുടെ പ്രാധാന്യം, മുതിർന്നവരെ ആദരിക്കണമെന്നും മൈൻഡ് കൺട്രോൾ ചെയ്യാനും ആഗ്രഹങ്ങൾക്ക് പരിധി വയ്ക്കാനും എന്നെ പഠിപ്പിച്ചത് ബാലികാസ് ആണ്. എന്നും രാവിലെ മുതിർന്നവരുടെ കാലുതൊട്ട് വന്ദിക്കാനും എണീച്ച് നാമം ജപിക്കാനും ബാലികാസ് ആണ് എന്നെ പഠിപ്പിച്ചത്. ചൈതന്യ ബാലികാസിലെ ഗ്രൂപ്പ് 3 പാസ്സായ നല്ല പൊസിഷനിൽ എത്തിയ ചേച്ചിമാരും ചേട്ടന്മാരും സമിതിയിലേക്ക് കസേര വാങ്ങാൻ തീരുമാനിച്ചു. അവർ സീലിംഗ് ഓൺ ഡിസൈസ് വഴി പൈസ ലാഭിച്ച് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് പോക്കറ്റ് മണിയിൽ നിന്ന് കുറച്ച് പൈസ കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. സ്വാമി അത് നിറവേറ്റി തരികയും ചെയ്തു. അവസാനമായി എന്നെ ബാലികാസ് ക്ലാസ്സിലേക്ക് അയച്ച എൻ്റെ പാരൻസിനെയും ബാലികാസ് ക്ലാസ് എടുത്ത ലത ആൻറ്റിക്കും ശശികല ടീച്ചറിനും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നൽകിയ പ്രിയപ്പെട്ട വത്സല ആൻറ്റിക്കും മുഴുവനായ ടീമിനും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയുടെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ജയ് ശ്രീറാം. വളരെ നന്നായി മോനെ, വളരെ നന്നായി കേട്ടോ. വെരി ഗുഡ്. സൈറാം. സൈറാമോനെ നന്നായി. സ്വാമിയുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. మన చెవులు వింటున్నాయి. ఇప్పుడు Our ears listen. ఎప్పుడు చూసినా కానీ ఇతరుల చింతలనే మనం వింటున్నాం. We listen to the matters of others. ఒక భగవత్ నామమును కానీ God's name, భగవత్ చింతన కానీ God's thought. ఏ విధమైన దీంట్లో కూడా మనం ప్రవేశపెట్టడం లేదు. We don't hear them. We don't listen to them. కనుకనే నవవిధమైన మార్గం లోపల దీన్ని నీవు ప్రవేశపెట్టు. Therefore, make use of this audition. ఏ విధంగా? 9 parts of devotion. How? శ్రవణం, Listening, కీర్తనం, singing, విష్ణు స్మరణం, chanting, పాద సేవనం, service, వందనం, salutation, అర్చనం, worship, దాస్యం, servitude, స్నేహం, friendship, ఆత్మ నివేదనం. self-surrender. ఈ నవవిధ మార్గం లోపల ఏ మార్గంలో అయినా నీవు ప్రవేశించు. Follow any one of these 9 parts of devotion. ఇవి మన యొక్క శ్రవణం యొక్క తత్వం. This is the nature of true audition. అంతేకాని ఇతరుల యొక్క కష్టములు, ఇతరుల యొక్క నష్టములు, ఇతరుల యొక్క బాధలు మనం ఏమాత్రం కూడా శ్రవణం చేయకూడదు. Never listen to the suffering and the problems and the anxieties of లేక వాళ్ళు others. బాధపడేటువంటిది నీవు చూస్తావా, If you come to know the suffering of వారికి others, తగినంత సహాయం చేయి, తప్పులేదు. help accordingly, no mistake. అంతేకాని వారి చింతన మాత్రం మన హృదయంలో చేర్చుకోకూడదు. But don't constantly think of him. హృదయం చాలా సూక్ష్మమైనటువంటిది. The heart is subtle ఏది principle. మాట్లాడతామో
whatever you talk, ఏది చూస్తామో, whatever you see, ఏది వింటామో, whatever listen, అవన్నీ హృదయంలో ప్రింట్ అయిపోతుంటాయి. they'll be imprinted on your heart. ప్రింట్ అయిపోయినటువంటి విషయమంతా మధ్య మధ్య మనకు ఈ రికార్డ్ మాది వినిపిస్తుంటాయి. All these things which are recorded, imprinted on the heart, are recalled. కనుక మన హృదయంలో ఈ చెడ్డదానికి ఏమాత్రం కూడా అవకాశం అందించకూడదు. Never allow any bad to get into the heart. ശേഖരകൃഷ്ണ ഇനി ഭജന പാടിക്കോളും. സായിറാം ടീച്ചർ, ഞാൻ മൃത്യുഞ്ജയായ എന്ന ഭജനയാണ് പാടാൻ തീരുമാനിച്ചത്. മൃത്യുഞ്ജയായ നമോ, മൃത്യുഞ്ജയായ നമോ, ത്രയംബകായ നമോ, ത്രയംബകായ നമോ, ലിംഗേശ്വരായ നമോ, ലിംഗേശ്വരായ നമോ, സായീശ്വരായ നമോ, സായീശ്വരായ നമോ, ഓം നമ ശിവായ 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 നമോ, മൃത്യുഞ്ജയായ നമോ, ത്രയംബകായ നമോ, ലിംഗേശ്വരായ നമോ, സായീശ്വരായ നമോ, സായീശ്വരായ നമോ, ഓം നമ ശിവായ 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 നമോ, മൃത്യുഞ്ജയായ നമോ. സായിറാം. വളരെ ഭംഗിയായി മോനെ. വെരി ഗുഡ്, താങ്ക് യു. സായിറാം. സായി ഉപമ. ഈ ശരീരത്തെ ഈശ്വരന്റെ താൽക്കാലിക വസതിയാണെന്ന് കരുതപ്പെടുന്നു. ഈ ലോകം ഭഗവാന്റെ ശരീരമാണ്. കാലിലെ ചെറുവിരലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ അത് ആത്മന് നേരിട്ട മുറിവായിട്ട് കരുതപ്പെടുന്നു. എന്തെന്നാൽ ആ ചെറുവിരൽ ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ കുടികൊള്ളുന്നത് ആത്മനാണ്. ആത്മചൈതന്യമാണ് ശരീരത്തെ ചലിപ്പിക്കുന്നതും നിലനിർത്തുന്നതും. അതുപോലെ തന്നെ ലോകത്തിന്റെ ഭാഗത്ത് ഒരു ദുരിതം ഉണ്ടായാൽ മറ്റൊരു ഭാഗത്തും ദുരിതമുണ്ടാകുന്നതായി ഭഗവാൻ കരുതുന്നു. ഈ ലോകം ഒരു ക്ഷേത്രമാണ്, ഈശ്വരന്റെ ക്ഷേത്രം. ഈശ്വരൻ കുടികൊള്ളുന്ന ശരീരം ഭഗവാന്റെ ക്ഷേത്രം തന്നെയാണെന്ന് മനസ്സിലാക്കുക. ജയ സായിരാം. സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം.